റഷ്യൻ കരടിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ എന്താകും സംഭവിക്കുക എന്നപ്പോൾ ഉക്രൈനും അവരെ താങ്ങി നിർത്തുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കും കൃത്യമായി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്തിയ ഉക്രൈനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ പോകുന്ന വ്ളാഡിമിർ പുതിന്റെ ഫൈനൽ പ്ലാൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വരാൻ പോകുന്നത് ചില്ലറ കളിയൊന്നുമല്ല. സെപ്റ്റംബർ 21 ശേഷം യുദ്ധത്തിന്റെ ഗതി തന്നെ മാറും. റഷ്യയുടെ ആ അവസാനത്തെ ആയുധം പുറത്തെടുക്കുമോ എന്ന ഭയത്തിൽ വിറയ്ക്കുകയാണ് ഇപ്പോൾ സെലൻസ്കിയും നാറ്റോ രാജ്യങ്ങളും. ഉക്രൈനെ പൂർണ്ണമായും തകർക്കാൻ 5 ലക്ഷം പുതിയ സൈനികരെയാണ് വ്ളാഡിമിർ പുതിൻ യുദ്ധമുഖത്തേക്ക് ഇറക്കാൻ പോകുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെയാണ് തങ്ങളുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ഭീതിയോടെ ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സെപ്റ്റംബറിലെ റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വൻ പട ഉക്രൈനിലേക്ക് ഇരച്ചു കയറുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിനേക്കാളൊക്കെ പാശ്ചാത്യ ലോകത്തെ ഭയപ്പെടുത്തുന്നത് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ നൽകിയ മുന്നറിയിപ്പാണ്. സ്വന്തം അതിർത്തികൾക്കുള്ളിലേക്ക് ഉക്രൈൻ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത് പുതിന്റെ ക്ഷമ നശിപ്പിക്കുമെന്നും ഗതികെട്ടാൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി റഷ്യ അവരുടെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ ആണവായുധം പ്രയോഗിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. റഷ്യൻ ജനതയും ഇപ്പോൾ ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം വലിയ രീതിയിൽ രൂക്ഷമായിട്ടുണ്ട്. ദീർഘദൂര ആക്രമണങ്ങൾ വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം റഷ്യയിലെ ടാറ്റർസ്ഥാൻ മേഖലയിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഉക്രൈന്റെ വടക്ക് കിഴക്കൻ ഖാർക്കീവിൽ 5 പേരും കൊല്ലപ്പെട്ടു. ഉക്രൈനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ഈ ഖാർക്കീവ് എന്ന് പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് 450-ലധികം ഉക്രൈനിയൻ ഡ്രോണുകളാണ് റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടത്. അമേരിക്കയുടെയും നാറ്റോയുടെയും ആയുധങ്ങൾ വാങ്ങി റഷ്യയെ പ്രകോപിപ്പിക്കാമെന്ന് കരുതിയ ഉക്രൈൻ ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് നേരിടുന്നത്. ഒരു ആണവശക്തിയായ റഷ്യയെ വെറുതെ പ്രകോപിപ്പിച്ചാൽ അത് ലോകത്തിന്റെ തന്നെ വിനാശത്തിലേക്ക് നയിക്കുമെന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നന്നായി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു അതിർത്തി തർക്കമായി ഒതുങ്ങേണ്ടിയിരുന്ന പ്രശ്നത്തെ ആയുധം നൽകി ആളിക്കത്തിച്ച് വലുതാക്കിയത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ടു പോയെന്നാണ് അവർ തന്നെ തിരിച്ചറിയുന്നത്. 5 ലക്ഷം റഷ്യൻ സൈനികർ ഒന്നിച്ചാക്രമിച്ചാൽ ഉക്രൈൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി അതിനെ നേരിടാൻ നാറ്റോ സൈന്യം നേരിട്ടിറങ്ങിയാലോ പുതിൻ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ല. ചുരുക്കത്തിൽ ഉക്രൈന്റെ നിലനിൽപ്പ് ഇപ്പോൾ നൂലിൽ കെട്ടിയ അവസ്ഥയിലാണ്. റഷ്യയെ തകർക്കാമെന്ന വ്യാമോഹത്തിൽ യുദ്ധത്തിനിറങ്ങിയ പാശ്ചാത്യ ലോകത്തിന് ഇനി കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ കഴിയൂ. സെപ്റ്റംബർ 21 ശേഷം ലോകം കാണാൻ പോകുന്നത് റഷ്യൻ സൈന്യത്തിന്റെ വിശ്വരൂപമായിരിക്കും. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചൂടുന്ന അവസ്ഥയിലേക്ക് ഉക്രൈനും പാശ്ചാത്യ ശക്തികളും കാര്യങ്ങളെ എത്തിക്കുമോ അതോ തോൽവി സംബന്ധിച്ച് പിന്മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളം.